നമസ്കാരം. ഗാനസാധന സ്കൂൾ ഓഫ് മ്യൂസിക്കിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഹാർമോണിയം വായിക്കാൻ അറിയാവുന്നവരും അല്ലെങ്കിൽ വായിക്കാൻ അറിയാൻ മേലാത്തവരും സർവ്വസാധാരണമായിട്ട് അവർക്ക് ഏകദേശം ഐഡിയ ഒക്കെ കാണാതിരിക്കാം. അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും. അപ്പോൾ നമുക്ക് ഇന്ന് ഹാർമോണിയത്തിൽ എങ്ങനെയാണ് അതിൻ്റെ ഫങ്ഷൻ, എങ്ങനെയാണ് അതിൻ്റെ റീഡ്, അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് നമുക്കൊന്ന് ആ ഹാർമോണിയത്തിൻ്റെ ഉള്ളിലെ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ ഹാർമോണിയം മേടിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് ഹാർമോണിയം മേടിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അത് എന്താണ്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇന്ന് പഠിക്കാം. ഇതൊരു ഹാർമോണിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോഴേക്കും ഇതൊരു പെട്ടി പോലെ തോന്നും. ഈ ഹാർമോണിയത്തിന് നമുക്ക് സൂട്ട് കേസ് മോഡൽ എന്നാണ് പറയുന്നത്. സൂട്ട് കേസ് മോഡൽ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു സൂട്ട് കേസ് പോലെ ഒരു ഹാൻഡിലുണ്ട്. ഇത് പിടിച്ച് നമുക്ക് യാത്ര ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പം ഇതിനെ നമുക്ക് ഇങ്ങനെ നേരെ വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ രണ്ട് ലോക്കുണ്ട്. ഇപ്പോൾ രണ്ട് ലോക്ക് എന്ന് പറഞ്ഞാൽ കണ്ടോ, ഈ ലോക്ക് ഇവിടെ ഒരു പുഷ് ചെയ്യാനുള്ളൊരു ബട്ടണുണ്ട്. ഇങ്ങനെ ഈ സൈഡ് രണ്ട് സൈഡിലുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ തുറക്കുക. ഇവിടെ രണ്ട് ലോക്കുണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുറന്നു കേട്ടോ. ഹാർമോണിയം ഇത് താത്തി വെച്ചിരിക്കുകയാണ്. അപ്പം ഇതിനെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ രണ്ട് പുഷ് ചെയ്യാനുള്ള രണ്ട് ലോക്കുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് നമ്മൾ ഞെക്കി കൊടുത്തിട്ട് ഈ സാധനത്തിന് നമ്മൾ നേരെ പൊക്കി അപ്പം ഈ രീതിയിലായി കണ്ടോ. ഈ രീതിയിലായി. ഇനി ഇതാണ് ബെല്ലോസ് എന്നൊരു സെക്ഷൻ. ഇതാണ് നമ്മൾ കാറ്റടിക്കുന്ന ഒരു സാധനമാണ്. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഈ ബെല്ലോസിനെ കുറിച്ച് നമുക്ക് ആദ്യം പറഞ്ഞുതരാം. കാരണം ഇതിനു മുമ്പ് ഈ ബെല്ലോസ് ഇങ്ങനെ നമ്മൾ താത്തി കഴിയുമ്പോഴത്തേക്കും ഇവിടെ ലോക്കുണ്ട്. ഈ ലോക്ക് ഇട്ട് നമ്മൾ ഉറപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഈ ബെല്ലോസ് അനങ്ങത്തില്ല, ഇവിടെ ഇങ്ങനെ അനങ്ങത്തില്ല. അത് കഴിയുമ്പോഴത്തേക്കാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വായിക്കാം. പിന്നെ റെഡിയായി. ഇനി ഇത് ഡബിള്, സിംഗിള്, ഇങ്ങനെ റീഡിനെ കുറിച്ചും അതിൻ്റെ ബാക്കിയുള്ള ഭാഗത്തെക്കുറിച്ചും നമുക്കിനി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. അടുത്തായിട്ട് നമുക്ക് ഹാർമോണിയത്തിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ പ്രവർത്തനങ്ങൾ. ഇതാണ് റീഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു കോപ്പറിൽ തീർത്തിരിക്കുന്ന ഇത് കോപ്പറാണ്. കോപ്പറിൻ്റെ ചെറിയ തകിടാണിത്. ഇത് മെയിലും ഫീമെയിലുമാണ്. ഡബിൾ റീഡാണിത്. ഇത് മെയിൽ വോയിസും ഇത് ഫീമെയിൽ വോയിസും. ഇത് മെയിൽ വോയിസും ഇത് ഫീമെയിൽ വോയിസും. ഈ രണ്ടിൻ്റെയും കൂടെ കൂടിയുള്ളൊരു നാദമാണ് ഡബിളിൻ്റെ. അപ്പോൾ ഇനി ത്രിബിളുണ്ട്. അപ്പോൾ അത് ബേസും കൂടെ കൂടിയാണ്. ബേസ്, മെയില്, ഫീമെയില്. പിന്നെ നാലാമത്തെ റീഡുള്ളത്, 4 റീഡുള്ളതുണ്ട്. അപ്പം അതെല്ലാം വോയിസിൻ്റെ ക്വാളിറ്റി കൂടുകയും അതിൻ്റെ സൗണ്ട് കൂടുകയും ഒക്കെ ചെയ്യാനുള്ള ഒത്തിരി ടെക്നിക്കുകൾ അല്ലെങ്കിൽ ഒത്തിരി സംഗീത കാര്യങ്ങളുള്ളതാണ്. അപ്പം നമ്മൾ സാധാരണ ഒരു പഠിക്കുമ്പം ഉള്ള ഒരു ആൾക്കാരാണെങ്കിൽ നമ്മൾ ഡബിൾ റീഡായിരിക്കും ഉപയോഗിക്കുന്നത്. പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോഴും പ്രോഗ്രാമിന് കൊണ്ടുപോകാൻ ഭജൻ സിംഗിനൊക്കെ ആണെങ്കിൽ 3 റീഡുള്ളതും അല്ലെങ്കിൽ 4 റീഡുള്ളതും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം സിംഗിൾ റീഡ് ആകുമ്പോഴത്തേക്കും അത് ഫീമെയിൽ വോയിസ് ആയിരിക്കും. അതാണ് ഈ മുകളിലിരിക്കുന്നത്. അപ്പോൾ ഈ ബേസും മെയിലും ഫീമെയിലും ഈ 3 നാദം കൂടെ കൂടുമ്പോഴത്തേക്കും ആ വോയിസ് നാദത്തിന് നല്ലൊരു എഫക്റ്റ് ആയിരിക്കും. അതാണ് ഇത് ഡബിൾ റീഡാണ്, ഡബിൾ മെഷീനാണ്. അപ്പോൾ ഇത് ഒരേ പോയിൻറ്റിൽ ഒരേ രീതിയിൽ വർക്ക് ചെയ്യും. കാരണം ഒരേ നാദത്തിൽ
അപ്പം ഇപ്പോൾ ഇത് കണ്ടല്ലോ, ഒരു ദ്വാരം കണ്ടല്ലോ, ഇതുമായിട്ട് ലെതറിൻ്റെ ഇത് വെച്ച് സ്വീറ്റാക്കിയേക്കുക. കാരണം ശകലം പോലും എയർ പോയില്ല. അപ്പം ഇതാണല്ലോ ഞാൻ പറഞ്ഞല്ലോ ഈ ബെല്ലോസ് എന്ന കാര്യം പറഞ്ഞല്ലോ. ഈ ബെല്ലോസ് കണ്ടോ, ഇതിൽ നമ്മളിങ്ങനെ വിടുമ്പോഴത്തേക്കും ഇതിൻ്റെ എയർ ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിയുമ്പോൾ ഒരു ഇതുണ്ട്, ഒരു അടപ്പുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ തോലിൻ്റെയാണ് അത്. അന്നേരം അടഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരറയാണ്. ഈ അറയ്ക്കകത്തോട്ട് കയറി കഴിയുമ്പോഴത്തേക്കും എന്നിട്ട് ഈ ദ്വാരം വഴി ഇവിടെ വന്ന് നിറഞ്ഞു നിൽക്കുമ്പോഴത്തേക്കും ഇതും ഇവിടെ ഈ അറയായിട്ട് വളരെ ടൈറ്റായിട്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ടൈറ്റായിട്ട് ഇരിക്കുക. അത് കഴിയുമ്പോൾ ഈ എയർ ഇങ്ങനെ നിന്ന് കഴിയുമ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കട്ട ഓപ്പണാക്കി, ഓരോ കട്ടകൾ ഓപ്പണാക്കി കൊടുക്കുക. അപ്പോൾ ഈ കട്ടയെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ചെയ്തു കേട്ടോ, ഇങ്ങനെ ഓരോ ഇത് കണ്ടോ. അപ്പം ഇതിൽ ദ്വാരങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ ഓരോ റീഡിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഓരോ നാദത്തിൻ്റെ ഇതിൻ്റെ മുകളിലുള്ള ഇവിടെ വരുന്ന ആ എയർ ഈ ദ്വാരം വഴി വെളിയിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഈ ദ്വാരത്തിനെ നമ്മൾ അടയ്ക്കുന്ന സംഗതിയാണ് ഇത് കണ്ടോ. ഇതും കണ്ടോ, ഇവിടെ ലെതർ വെച്ച് ഈ വളരെ സ്വീറ്റായിട്ട് അടച്ചിരിക്കുക. അപ്പോൾ അതിന് ബലം കൊടുക്കുന്നതാണ് ഈ കമ്പികൾ. അപ്പം ഇത് നമ്മൾ ഓപ്പണാക്കി കൊടുക്കുമ്പം ഇതിൽ നിറഞ്ഞിരിക്കുന്ന എയർ ഇതിലെ വരുമ്പോഴത്തേക്ക് ഈ തകിട് അല്ലെങ്കിൽ ഈ റീഡ് വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ ഒച്ച അല്ലെങ്കിൽ ഈ നാദം ഉണ്ടാകുന്നത്. അപ്പം ഇപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഏകദേശം ഒരു മനസ്സിലായല്ലോ. ഇപ്പം ഇത് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് ഇതിനിവിടെ വെക്കാനുള്ള ഒരു ലോക്കൊക്കെ ഉണ്ട്. അതിന് ഇതാണ് ഈ കീയെ പുഷ് ചെയ്ത് നിർത്തുന്നത് ഈ കമ്പിയാണ്. ഈ കമ്പിയാണ് ചെറിയ ഈ കമ്പിക്ക് നല്ല ബലമുണ്ട്. ഇത് നമ്മൾ ഓരോ കീയുടെ മുകളിലേക്കും ഇത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഞെക്കി കഴിയുമ്പോൾ കണ്ടോ, പിന്നെ അത് താത്തി കൊടുക്കും. അപ്പോൾ ശകലം പോലും എയർ വെളിയിലേക്ക് വരത്തില്ല. ഇങ്ങനെയാണ് ഈ നാദം ഉണ്ടാകുന്ന രീതി. അപ്പം നമ്മളിങ്ങനെ കാറ്റടിച്ച് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ലോക്കുണ്ട്. ഈ ലോക്ക് ഇടാതെ എയർ അറിയാല. അപ്പം ഇവിടെ ഒരു ചെറിയ ലോക്കൊക്കെ ഉണ്ട്. കാരണം ഇതിനും മറ്റേ എയർ എന്ന് പറയുന്ന ആ ബോക്സുമായിട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലോക്കുണ്ട്. പിന്നെ ഈ നാദത്തെ നിയന്ത്രിക്കാനുള്ള അല്ലെങ്കിൽ നമുക്ക് മെയിൽ വോയിസ് കട്ട് ചെയ്യാനും ഫീമെയിൽ വോയിസ് കട്ട് ചെയ്യാനുള്ള നോബുകളൊക്കെ വേറെ ഹാർമോണിയത്തിലുണ്ട്. നമുക്ക് അത് വെച്ച് കഴിഞ്ഞാൽ ഓരോ വില കൂടിയ ഹാർമോണിയം അനുസരിച്ചാണ് അതിൻ്റെ സെറ്റിങ്സൊക്കെ ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വായിക്കുമ്പം ഇപ്പം നമ്മൾ കാണിച്ച ഫങ്ഷൻ ഇപ്പോൾ ഇതിൽ നടക്കുക കേട്ടോ. അപ്പം നമ്മൾക്ക് ശ്രദ്ധിക്കാനുള്ള സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫിറ്റിങ്ങാണ്. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത് അഴിച്ചതാണ്. ഇത് ഇങ്ങനെയാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഹാൻഡ് ഹാർമോണിയം, പുതിയ ഹാർമോണിയം അല്ല സെക്കൻഡ് ഹാൻഡ് ഹാർമോണിയം മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞ് ഇപ്പോൾ ഒരു കീ ഞെക്കിക്കൊണ്ട് ഫുള്ള് കാറ്റടിക്കുക. എന്തേരം കാറ്റ് ഇതിൽ നിൽക്കും എന്ന് നമ്മൾ നോക്കണം, എത്ര ടൈം. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഞെക്കുകയും പെട്ടെന്ന് തന്നെ കാറ്റില്ലാതെയായി ഈ നാദം നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ബെല്ലോസിന് കംപ്ലൈൻ്റ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം. കാരണം ഇതിന് ഈ ഭാഗം കണ്ടോ, ഇതാണ് ബെല്ലോസ്. ഇത് ലെതറാണ്. ഇത് കാർഡ്ബോർഡാണ്. ഈ സാധനത്തിന് എവിടെ ഒരു ദ്വാരങ്ങളൊന്നും വരാൻ പാടില്ല. അതൊക്കെയാണ് നമ്മൾ ഈ എഡ്ജൊക്കെ വളരെ കറക്റ്റായിരിക്കണം. അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഇങ്ങനെയാകുമ്പോൾ കറക്റ്റായ എയർ നല്ല ടെമ്പറാവും. ടെമ്പറായി കഴിഞ്ഞാൽ നമുക്ക് വായിക്കാം. ഇങ്ങനെ ഇതാണ് ഹാർമോണിയത്തിൻ്റെ ടോട്ടലായ ഒരു കാര്യങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഹാർമോണിയത്തിൻ്റെ വില അനുസരിച്ച് ഇതിനകത്ത് ഒത്തിരി ഫങ്ഷൻ മാറ്റി ഒക്കെ ശരിയാക്കി തരും. അത് നമ്മളൊരു ഹാർമോണിയം ഓർഡർ ചെയ്ത് അല്ലെങ്കിൽ ഹാർമോണിയം ഉണ്ടാക്കുന്നവരോട് ഓർഡർ ചെയ്ത് പറഞ്ഞുണ്ടാക്കിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഫങ്ഷനെക്കുറിച്ച് നമുക്ക് ഒത്തിരി ഫങ്ഷനുള്ള സംഗതി ചിലപ്പോൾ കടയിൽ നിന്ന് കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചിലവ് കുറവായതുകൊണ്ട് അങ്ങനെ എടുത്തു വെക്കത്തില്ല. പിന്നെ വില കൂടുതലായിരിക്കും. അപ്പം നിങ്ങൾ പുതിയൊരു ഹാർമോണിയം മേടിക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയൊക്കെ നോക്കുക. പഴയത് മേടിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും
കൂടുതൽ വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സാമാന്യമായ ഒരു അറിവ് നിങ്ങൾക്ക് ഉണ്ടായി കാണും. അല്ലെങ്കിൽ എന്താണ് ഹാർമോണിയം, എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലെ പ്രവർത്തനം എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് സാമാന്യമായിട്ടും മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. കാരണം ഞാൻ ഇതിൻ്റെ ഹാർമോണിയത്തെക്കുറിച്ച് വലിയ മെക്കാനിക്കോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എനിക്കൊന്നുമല്ല. അപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. ഇപ്പം ഹാർമോണിയത്തിനെക്കുറിച്ച് ഏകദേശം അതിൻ്റെ ഉള്ളിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും. പിന്നെ നമുക്ക് സിംഗിൾ ഹാർമോണിയത്തിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലളിതമായ കാര്യങ്ങളൊക്കെ വായിക്കാം, അല്ലെങ്കിൽ പഠിക്കാൻ തുടങ്ങുന്നവർക്ക് ഉപയോഗിക്കാൻ അതായിരിക്കും നല്ലത്, പഠിക്കുന്നവർക്ക്. പിന്നെ നമുക്ക് അതിൽ വിലക്കുറവുണ്ടായിരിക്കും, അതിന് വിലക്കുറവായിരിക്കും. പിന്നെ അതിൻ്റെ അകത്ത് വേറൊരു ഗുണം വെച്ച് കഴിഞ്ഞാൽ, ഗുണമല്ല ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു കീ ഓൺ ആക്കി കഴിയുമ്പം ഒരു റീഡായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഒരു റീഡ് എന്ന് പറഞ്ഞാൽ ഞാൻ റീഡ് കാണിച്ചായിരുന്നല്ലോ, ഒരു കോപ്പർ തീർത്തിരിക്കുന്ന ഇങ്ങനെ ചെറിയ ഒരു ബാറ് പോലിരിക്കുന്ന ഒരു ചെറിയ തകടുകൾ, അത് ഓരോന്നാണ് സിംഗിൾ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഡബിൾ ആകുമ്പം അത്രയും 2 ഉണ്ട്. ഞാൻ പറഞ്ഞാൽ മെയിലും ഫീമെയിലും 2 റീഡാണ് ഒരേ സമയത്ത് ഒരേ ടൂണിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വോയിസിന് ക്ലാരിറ്റി കൂടുതലും നല്ല മുഴക്കം കൂടുതലും ശബ്ദം കൂടുതലും ഉണ്ടായിരിക്കും. പക്ഷേ സിംഗിളിനെ സംബന്ധിച്ച് അതിൻ്റെ പകുതി കാണുള്ളൂ. ഞാൻ പറഞ്ഞ ഒരു തകടാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ആ ഒരു സംഗതി കാണുള്ളൂ. അപ്പോൾ അത് നമുക്ക് വെച്ചാൽ ഈ സിംഗിൾ ഹാർമോണിയം എന്ന് വെച്ചാൽ ചെറിയ ഒരു പരിപാടിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഭക്തിഗാനങ്ങളോ ഇങ്ങനെ ചെറിയ പരിപാടികൾക്കൊക്കെ നമുക്ക് ഒരു പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് കൊണ്ടുപോകാം, അല്ലെങ്കിൽ മെച്ചപ്പെടുക, അത്രേ ഉള്ളൂ. പിന്നെ അതിൻ്റെ നാദത്തിന് ഒരു ഫീമെയിൽ ടച്ച് ഉണ്ടാവും, അതാണ് വേറെ ഒരു സംഭവം. ഇനി ഡബിൾ റീഡാണെങ്കിൽ അതിന് വില കൂടുതലുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, അതിന് 2 റീഡ് ഉള്ളപ്പോൾ തന്നെ അതിന് വില കൂടി. പിന്നെ അതിൻ്റെ മെക്കാനിസത്തിനൊക്കെ ഒത്തിരി മാറ്റങ്ങളുണ്ട്, പിന്നെ വില കൂടുതലുണ്ട്. പിന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള ഇച്ചിരി വെയിറ്റ് കൂടുതലുണ്ടല്ലോ അങ്ങനെ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല പരിപാടിക്ക് പ്രൊഫഷണൽ പ്രോഗ്രാമിനൊക്കെ നമുക്ക് അത് കൊണ്ടുപോകാം, അറ്റൻഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു മെച്ചമുണ്ട്. പിന്നെ പഠിക്കാൻ തുടങ്ങുന്നവർക്കും അതേ തന്നെ വായിച്ച് പഠിക്കാം. അല്ലാണ്ട് ഇപ്പം സിംഗിൾ ഹാർമോണിയത്തിൽ തന്നെ വായിച്ച് പഠിക്കണം എന്നൊന്നുമില്ല. പിന്നെ എല്ലാവർക്കും അത് മേടിക്കാനുള്ള സാമ്പത്തിക ശേഷി അനുസരിച്ചാണ് നമ്മൾ ഓരോന്ന് പറയുന്നത്. പിന്നെ ത്രിബിൾ റീഡുള്ളതാണെങ്കിൽ അത് പ്രൊഫഷണലായിട്ട് ഒരു പ്രോഗ്രാം ചെയ്യുന്നവർക്ക് ത്രിബിളും 4th റീഡും 4 റീഡ് 3ാമത്തെ റീഡുണ്ട് 4ാമത്തെ റീഡും ഉണ്ട്. അത് പ്രൊഫഷണലായിട്ട് പ്രോഗ്രാം ചെയ്യുന്നവർ ഭജൻസ് കച്ചേരികൾ ഇങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ നല്ല സാധനമാണത്. അതിനൊക്കെ നല്ല വിലയാണ്, നമുക്ക് നല്ല വെയിറ്റൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് കൊണ്ടുപോകാനൊക്കെ ആണെങ്കിൽ അത് കൈ പിടിച്ചുകൊണ്ട് നമുക്ക് പിടിച്ചുകൊണ്ട് നിൽക്കാനുള്ള പറ്റത്തില്ല, കാരണം വെച്ചാൽ അതുപോലെ നല്ല വെയിറ്റാണ്. പിന്നെ ഞാൻ പറഞ്ഞാൽ വില കൂടുതലുമാണ്. പക്ഷേ അതൊക്കെ ഹൈ ലെവലിലുള്ള രീതിയാണ്. അതിൻ്റെ മെക്കാനിസങ്ങൾക്കൊക്കെ ഒത്തിരി മെക്കാനിസങ്ങളും ഉണ്ട്. കാരണം അതിനകത്ത് പല വോയിസിനെ കൺട്രോൾ ചെയ്യാനുള്ളത്, പിന്നെ സ്കെയിൽ മാറ്റാനുള്ള സംഗതി. ഇപ്പം 12 സ്കെയിലുണ്ടെങ്കിൽ ആ സ്കെയിലിനെ ഒരേ ലെവലിൽ ഓരോ അരനോട്ട് മാറ്റിക്കൊണ്ട് ഫുൾ നോട്ടാക്കി വായിക്കാനുള്ള മെക്കാനിസമൊക്കെ ഉണ്ട്. ഇപ്പം നിങ്ങളോടത് അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, പ്രൊഫഷണലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അവർക്കാണ് അത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുകയുള്ളൂ. ഇപ്പോൾ പഠിക്കാൻ തുടങ്ങുന്ന കുട്ടികൾക്കൊന്നും അത് പ്രയോജനപ്പെടുത്തില്ല, അതുകൊണ്ട് പറ്റത്തില്ല. പ്രയോജനപ്പെടുന്നില്ല എന്നുള്ളതല്ല, അത് ഭയങ്കര ചിലവായ ഒരു ബഡ്ജറ്റാണ്. അതുപോലെ നമുക്കത് മേടിച്ച് വെച്ചും അതിലൊക്കെ നമുക്ക് പഠിക്കാൻ തുടങ്ങേണ്ട കാര്യം പറ്റില്ല. പിന്നെ ഈ ഹാർമോണിയം നമുക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളിപ്പം ആരാണെങ്കിലും ആ ഒരു ഹാർമോണിയം നമ്മൾ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ കണ്ടിട്ടില്ല എന്നെങ്കിൽ നമ്മളിപ്പോൾ ഹാർമോണിയം ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമ്മളതിൻ്റെ ബെല്ലോസ് കാറ്റടിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, അത് പെട്ടെന്ന് കാറ്റടിക്കരുത്. അങ്ങനെ കാറ്റടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ആ എയർ നിറച്ചിരിക്കുന്ന ആ എയർ ടൈറ്റ് ചെയ്യുന്ന ഒരു ഇതുണ്ട്, അതിൻ്റെ അകത്ത് ലീക്കാവും, പൊട്ടിപ്പോവും. ബ്ലാഡർ പോലൊരു സംഗതിയുണ്ട്, പൊട്ടിപ്പോയി കഴിയുമ്പോഴത്തേക്കും ഹാർമോണിയം കംപ്ലൈൻ്റ് ആകും. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ കാറ്റടിക്കുകയും ഇതിന് കാറ്റടിച്ചുകൊണ്ട് ഒപ്പം നമ്മൾ കീയെ പ്രസ് ചെയ്യാവുള്ളൂ. അല്ലാണ്ട് കീയെ പ്രസ് ചെയ്യാതെ ഒരിക്കലും കാറ്റടിക്കരുത്, എയർ കൊടുക്കരുത്.
അങ്ങനെ എയർ കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് ഉണ്ടാവും. കാരണം എയർ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എയറിന് എവിടെയെങ്കിലും പോയേ പറ്റുള്ളൂ, അപ്പോഴത്തേക്കും അവിടെ ഡാമേജ് ഉണ്ടാവും. അതാണ്. അതുകൊണ്ടാണ് ഈ ഹാർമോണിയം ഏകദേശം കുറച്ചൊന്നും പഠിക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു പരിചയമില്ലാത്തവർക്ക് ഹാർമോണിയം ഒരിക്കലും വായിക്കാൻ കൊടുക്കാൻ പാടില്ല. ഇതിനെക്കുറിച്ചൊന്നും അറിയാൻ മേലാത്തവർക്ക്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാവുന്ന ഒരാളുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഇതിനെക്കുറിച്ചൊന്നും അറിയാൻ മേലാത്തവർക്ക് ഇത് വായിക്കാൻ കൊടുക്കാവുള്ളൂ. കാരണം വായിക്കാൻ അങ്ങനെയുള്ളവർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ലല്ലോ. അവർ ചുമ്മാ കാറ്റടിക്കുമ്പോഴത്തേക്കും സംഗതി ഡാമേജ് ആവും. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ആ കീയെ ഓപ്പൺ ആക്കിക്കൊണ്ട് ഞെക്കുകയും കാറ്റടിക്കുകയും കൂടെ ആയിരിക്കണം ചെയ്യണം. പിന്നെ അത് അതിൻ്റെ ലോഡാകുന്നത് കാറ്റ് അതിൻ്റെ അകത്ത് ലോഡായി എന്നുള്ളത് നമുക്ക് ഈ ബെല്ലോസിൽ തന്നെ അറിയാം. കാരണം ബെല്ലോസിന് കട്ടി കൂടും, അന്നേരം നമ്മൾ കാറ്റടിക്കരുത്. അതുപോലെ നമുക്ക് ബാലൻസ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാവും. എന്നിട്ട് ആ കാറ്റടിക്കാതെ നമ്മൾ വായിച്ചുകൊണ്ടാൽ മതി. അപ്പോൾ ആ വായിച്ച് കഴിയുമ്പോൾ ആ നാദത്തിൻ്റെ കുറവ് വരുമ്പോൾ നമുക്കറിയാം. നമുക്കറിയാമല്ലോ, അത് നമ്മുടെ ഈ ബെല്ലോസിൽ നമുക്കറിയാം. ബെല്ലോസിൽ നമ്മൾ കാറ്റടിക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ആ ബലം കുറയുമ്പോൾ നമ്മൾ പതുക്കെ കാറ്റടിച്ചാൽ മതി. അല്ലാണ്ട് ഇങ്ങനെ തിരി ഇങ്ങനെ കാറ്റടിക്കേണ്ട കാര്യമില്ല. നല്ല ഹാർമോണിയമൊക്കെ ആണെങ്കിൽ എന്ത് ലീക്കൊന്നും ഇല്ലാത്തതാണെങ്കിൽ വളരെ നൈസായിട്ട് കാറ്റടിച്ചാൽ മതി. നമ്മൾ അല്ലാതെ പിടപെടുന്ന കാറ്റടിച്ച് കഴിഞ്ഞാൽ കണ്ടവാനും നിറയും, ഹാർമോണിയത്തിനൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ മേലെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ട് വായിക്കണമെങ്കിൽ അറിയാവുന്നവരുടെ ഒരു സാന്നിധ്യത്തിൽ മാത്രമേ ഹാർമോണിയം നിങ്ങൾ വായിക്കാൻ തുടങ്ങാവുള്ളൂ. അല്ലാതെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഹാർമോണിയത്തിൻ്റെ സ്കെയിലിനെ കുറിച്ചും പിന്നെ അതിൻ്റെ എത്ര സായിയുണ്ട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ബേസിക്കായിട്ട് പഠിച്ച് വരുമ്പോഴത്തേക്കേ അതൊക്കെ മനസ്സിലാവുള്ളൂ. ഇതിൽ ഏറ്റവും പ്രാധാന്യം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രാക്ടീസാണ്. പഠിക്കുന്നവർക്ക് സംബന്ധിച്ച് ഏറ്റവും പ്രാക്ടീസാണ് ആവശ്യം. എന്നാൽ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സംഗതി നമ്മുടെ വിരലിൽ വരണം, അല്ലെങ്കിൽ നമ്മുടെ നാവിൽ വരുന്ന സംഗതി നമ്മുടെ വിരലിൽ വരണം. അതാണ് അതിൻ്റെ ഒരു യഥാർത്ഥ കാര്യം. അതാണ്. അത് വന്നില്ലെങ്കിൽ നമുക്കത് ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആവശ്യം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക ഒരു ഹാർമോണിയം ഉള്ള ആളെ സംബന്ധിച്ച്. എന്നാലും നമുക്ക് തന്നെ ആ വിദ്യ നമുക്ക് വശത്താക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഒരു പൊതുവായ ഒരു കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. രണ്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിൻ്റെ സൂക്ഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു തണുപ്പടിക്കാതിരിക്കുക. കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈർപ്പമുള്ളിടത്ത് വെക്കുന്നു എന്ന് വെച്ചാൽ തണുപ്പ് നന്നായിട്ട് അടിക്കുന്നിടത്ത് നിന്നും വെക്കരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ബെല്ലോസിൽ റേഡിയിലൊക്കെ ചിലപ്പം ക്ലാവ് പിടിക്കുകയും അല്ലെങ്കിൽ വല്ല പൂപ്പലടിക്കുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നനയാനോ അല്ലെങ്കിൽ ഒരു തൂളി അടിക്കാനോ ഈർപ്പടിക്കാനോ ഉള്ള സാധ്യതയുള്ളിടത്തൊന്നും ഹാർമോണിയം വെക്കാതിരിക്കുക. നല്ല രീതിയിൽ ഇത് മേടിക്കാം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് മേടിക്കുന്നത് ഷോപ്പിൽ നിന്ന് മേടിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഷോപ്പിൽ നിന്ന് നമ്മൾ മേടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ വിലയുടെ കാര്യമാണ് അതിൻ്റെ ഏറ്റവും മുഖ്യ കാര്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വിൽക്കുന്നവരും അല്ലെങ്കിൽ കടക്കാരും അതുപോലെ തന്നെ അത് നിർമ്മിച്ച് കടയിൽ കൊണ്ട് കൊടുക്കുന്നവർക്കും ലാഭം കിട്ടണമല്ലോ. അപ്പോൾ നമ്മൾ മേടിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ഒത്തിരി വിലയും വരാൻ പാടില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? ക്വാളിറ്റി കുറഞ്ഞ റീഡ് ഇടും. ക്വാളിറ്റി വളരെ കുറവായിരിക്കും. അപ്പം ആ ക്വാളിറ്റി കുറഞ്ഞ റീഡും അതുപോലെ മെറ്റീരിയൽ ഇതിൻ്റെ തടി ഒക്കെ ക്വാളിറ്റി കുറഞ്ഞ തടിയൊക്കെ ഇട്ട് ചെയ്ത് പിന്നെ നല്ലോണം പോളിഷൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഈ സാധനം കടയിലേക്ക് കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏകദേശം അന്നേരം ഒരു 10,000 രൂപയ്ക്കൊക്കെ ചെയ്ത് അവർക്ക് നമുക്ക് തരാൻ സാധിക്കുമായിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മതിയല്ലോ. കാരണം വെച്ചാൽ 5,000 രൂപ ആയല്ലോ, 5,000 രൂപയല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ 3,000 രൂപയല്ലേ ഉള്ളൂ, 2,000 രൂപയല്ലേ ഉള്ളൂ എന്നോർത്ത് നമുക്ക് ഈ സാധനം നമ്മളങ്ങ് മേടിക്കും. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റിയുള്ള സാധനം ഇട്ട് നമുക്ക് മേടിക്കണമെങ്കിൽ അത് ഈ കടയിൽ നിന്ന് മേടിക്കുന്നതിനെ കഴിഞ്ഞും നമുക്ക് നല്ലത് നമുക്ക് ഇത് നിർമ്മിക്കുന്നവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നതായിട്ട് നല്ലത്. അപ്പോൾ നിർമ്മിക്കുന്നവരെ നമുക്ക് അവരോട് ഇതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അവരും അത് നല്ല ക്വാളിറ്റിയോട് കൂടിയുള്ള റീഡിട്ട് നല്ല അതിൻ്റെ മെക്കാനിസമൊക്കെ നല്ല രീതിയിൽ നമുക്ക് ലളിതമായ മെക്കാനിസം മതിയെങ്കിലും ആ റീഡൊക്കെ നല്ല റീഡായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ
കഴിവതും ഇത് ആരാണോ ഉണ്ടാക്കുന്നത് അവർക്ക് ഓർഡർ കൊടുക്കുക. എന്നിട്ട് ശകലം ഇപ്പം നമുക്കിപ്പം ഒരു 5000 രൂപ, ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയട്ടെ, ഒരു 5000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 3000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സിംഗിളിൻ്റെ ഹാർമോണിയം നിങ്ങൾക്ക് കടയിൽ നിന്ന് കിട്ടും. പക്ഷേ ഇവിടെ ചെന്നപ്പം നമുക്ക് അവിടെയായി 3000 സിംഗിളിൻ്റെ ഹാർമോണിയം. അപ്പം നമുക്ക് ഓർക്കാം കടയിൽ നിന്ന് മേടിക്കുന്നതല്ലേ, എല്ലായിടത്തും ഒരുപോലെയാണ്. പക്ഷെ അല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റീഡിനും അതിൻ്റെ ബാക്കിയുള്ള മെക്കാനിസത്തിനും എല്ലാത്തിനും മാറ്റമുണ്ട്. ഇത് നല്ല സാധനമായിട്ടായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ കടക്കാരൻ 3000 രൂപയ്ക്ക് കൊടുക്കണമെങ്കിൽ ആ നിർമ്മിച്ചവൻ അത് ഏകദേശം ഒരു 2000 രൂപ അല്ലെങ്കിൽ 1750 രൂപയൊക്കെ ആയിരിക്കും ആ സാധനം കൊടുത്തിരിക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ കേട്ടോ ഇത്. പക്ഷേ ഇത് ഈ കടക്കാരൻ നമുക്ക് ഈ നിർമ്മിക്കുന്നവൻ നമുക്ക് 3000 രൂപയ്ക്ക് നമുക്ക് തരുമ്പോഴത്തേക്കും അത് ആ കറക്റ്റ് വിലയാണ്. ഇത് ആ ക്വാളിറ്റി ഉള്ള സാധനത്തായതുകൊണ്ടാണ് ആ 3000 രൂപ. അപ്പം നമുക്ക് അതാ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ മേടിക്കണമെങ്കിൽ ഈ ഉണ്ടാക്കുന്ന ആളെ നമുക്ക് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ചോദിച്ച് പറഞ്ഞു കഴിയുമ്പം അവരതിൻ്റെ ഡീറ്റെയിലെല്ലാം പറഞ്ഞു തന്ന് നമുക്കത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. കാരണം എന്താ വെച്ചാൽ നല്ല റീഡും ആയിരിക്കും, പിന്നെ നല്ല തടിയും അതിൻ്റെ ബാക്കിയുള്ള പാർട്സുകളെല്ലാം വളരെ നല്ല പാർട്സുകളായിരിക്കും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നാദം നമ്മൾ വായിക്കും തോറുമാണ് ഈ നാദത്തിൻ്റെ ആ ഒരു സുഖം കിട്ടുന്നത്. അതിൻ്റെ പദം വരിക എന്ന് പറയാം, പദം വരിക എന്ന് പറയും. പണ്ട് ജർമ്മൻ റീഡ് ഇപ്പോൾ ആ റീഡൊന്നും ഉണ്ടാകാം. പഴയ കാലത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മൻ റീഡൊക്കെ എന്ന് പറഞ്ഞ റീഡുണ്ടായിരുന്നു. അതിനായിട്ട് ടോണൊക്കെ കേട്ട് കഴിഞ്ഞാൽ വളരെ ഭയങ്കര രസമാണ് എൻ്റെ ടൂണൊക്കെ. അപ്പം അതുകൊണ്ട് നമ്മളിത് നന്നായിട്ട് വായിക്കുന്ന തോറുമാണ് ഈ സാധനം ടൂൺ നന്നായിട്ട് ആയി വരുന്നത്. അതുകൊണ്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഈ ഹാർമോണിയം വായിക്കുന്നവർ അല്ലെങ്കിൽ ഹാർമോണിയം ഉള്ളവർ ഇത് മറ്റൊരാൾക്ക് കൊടുക്കത്തില്ല. കാരണം കൊടുത്താൽ ശരിയാകത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ രീതി അത് ശരിയാക്കും, കംപ്ലൈൻറ്റ് ഉണ്ടാക്കും. അതുകൊണ്ട് ഇത് സിംഗിൾ യൂസേ ഏറ്റവും കൂടുതൽ ചെയ്യാവുള്ളൂ. മറ്റുള്ളവർക്ക് ഈ സാധനം കൊടുക്കാതിരിക്കുക. ഇത് ചുമ്മാ വായിക്കാനോ അല്ലെങ്കിൽ കാരണം വെച്ചാൽ നമ്മൾ സൂക്ഷിക്കുന്നവർ സൂക്ഷിക്കത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാം വളരെ നൈസായ കാര്യങ്ങളാണ്. ഇത് റീഡായിക്കോട്ടെ, എൻ്റെ ബെല്ലോസ് ആയിക്കോട്ടെ, എല്ലാം തോലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അത് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് അന്നേരം ഡാമേജ് ആയിപ്പോവും. അതുകൊണ്ട് ഇത് നിങ്ങൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളിത് ഉണ്ടാക്കുന്ന ആളെ പരിചയമുണ്ടെങ്കിൽ അവരോട് ചോദിച്ച് ഓർഡർ കൊടുത്ത് മേടിക്കുക. നിങ്ങൾക്ക് ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പല നമ്പറുകളുണ്ട്. കാരണം ഇങ്ങനെ ആൾക്കാരെ എന്നെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ നിർമ്മിക്കുന്നവരും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്നോട് ഞാൻ കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാൻ അവരെയൊക്കെ നമ്പർ തരാം. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് അവരുമായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരോട് സംസാരിച്ച് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ഹാർമോണിയം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് ഏകദേശ കാര്യങ്ങൾ. ഇനി കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.